വചനവർഷം തിരുവചനവർഷം വചനവർഷം തിരുവചനവർഷം നിന്നിൽ വസിച്ചിടാൻ തിരുവചനവർഷം നിന്നിൽ വസിച്ചിടാൻ വചനമാരി പൊഴിക്കണേ ദൈവമേ തിരുവചനമാക്കി തീർക്കണേ എന്നെയും. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വചന പഠന പരമ്പരയിലേക്ക് എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടുകൂടി സ്വാഗതം ആശംസിക്കുന്നു. കഴിഞ്ഞ ആഴ്ചയിലെ നമ്മുടെ വചന പഠനത്തിന്റെ ഭാഗമായിരുന്നു എലീശ പ്രവാചകന്റെ ജീവിത ശൈലിയെക്കുറിച്ചുള്ള ഭാഗങ്ങൾ. ഏലിയ പ്രവാചകൻ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുന്നു. ഏലിയ പ്രവാചകൻ തന്റെ മേലങ്കി എലീശ പ്രവാചകന്റെ ദേഹത്തേക്ക് ഇടുന്നു. ഏലിയ പ്രവാചകന്റെ ചൈതന്യത്തിൽ നിന്ന് എലീശ പ്രവാചകൻ ചൈതന്യം സ്വീകരിക്കുന്നു. അങ്ങനെ പ്രവാചക ദൗത്യം ഏലിയ പ്രവാചകന്റെ പ്രവാചക ദൗത്യം എലീശ പ്രവാചകനിലൂടെ തുടരുന്ന രംഗമാണ് നമ്മൾ കണ്ടത്. അദ്ദേഹത്തിന്റെ ചില പ്രവാചക ദൗത്യത്തിന്റെ അടയാളങ്ങളും അത്ഭുതങ്ങളും കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇന്ന് മറ്റൊരു അത്ഭുതത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അത് സിറിയക്കാരനായ രാജാവായ നാമാനെ സുഖപ്പെടുത്തുന്ന സംഭവത്തിൽ തുടർന്ന് വരുന്ന ഭാഗങ്ങളെല്ലാം തന്നെ എലീശ പ്രവാചകന്റെ അത്ഭുതത്തെക്കുറിച്ച് പറയുന്ന ഭാഗമാണ്. അത് പറയുന്നതോടൊപ്പം തന്നെ യേഹൂ രാജാവിനെ കുറിച്ചും ഇന്ന് നമ്മൾ പ്രത്യേകമായിട്ട് സംസാരിക്കും. കാരണം എലീശ പ്രവാചകൻ അഭിഷേകം ചെയ്ത ഏക ഇസ്രായേൽ രാജാവാണ് യേഹൂ രാജാവ്. അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തെക്കുറിച്ചും ഇന്ന് നമ്മൾ സംസാരിക്കും. പിന്നീട് ജൂദ രാജാക്കന്മാരുടെ ജീവിത ശൈലിയെയും പ്രവർത്തനങ്ങളെയും കുറിച്ച് ഒന്ന് മനസ്സിലാക്കും. ഇതാണ് ഇന്നത്തെ നമ്മുടെ പ്രധാനപ്പെട്ട ചിന്താവിഷയമായിട്ട് നിൽക്കുക. നമുക്ക് ആരംഭിക്കാം. 2 രാജാക്കന്മാരുടെ പുസ്തകം 5-ാമത്തെ അധ്യായത്തിൽ സിറിയ രാജാവിന്റെ സൈന്യാധിപനായിരുന്ന നാമാൻ കുഷ്ഠരോഗം ബാധിച്ച് കിടക്കുന്നതായിട്ട് കുഷ്ഠരോഗം ബാധിക്കുന്നു. ഇസ്രായേലിൽ ഒരു ദൈവപുരുഷനുണ്ടെന്നും അദ്ദേഹത്തിന്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ എല്ലാ രോഗങ്ങളും മാറുമെന്നുമുള്ള ഒരു ചിന്ത സിറിയയിലും വളരെയധികം ശക്തമായിട്ട് നിലനിന്നിരുന്നു. കാരണം സിറിയയും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധം കൊടുമ്പിരി കൊണ്ടിരുന്ന സമയമാണ്. സിറിയക്കാര് യുദ്ധം ചെയ്ത് ഇസ്രായേലിനെ തന്റെ കീഴിൽ നിർത്തുമ്പോൾ ഇസ്രായേലിൽ നിന്ന് കൊണ്ടുപോയ സ്ത്രീകൾ ഈ സിറിയക്കാരോട് പറഞ്ഞു, ഇതാ ഒരു ദൈവപുരുഷൻ ഞങ്ങളുടെ ഇവിടെ ഉണ്ട്. സിറിയയും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധമായിരുന്നു നമ്മള് 3-ാമത്തെ അധ്യായത്തിൽ കണ്ടത്. അപ്പൊ അതിനോട് ചേർത്താണ് ഈ ഒരു സംഭവം നമ്മൾ അവതരിപ്പിക്കുന്നത്. അതായത് എങ്ങനെയാണ് നാമാൻ തന്റെ രോഗത്തിന്റെ സൗഖ്യത്തെക്കുറിച്ച് എലീശ പ്രവാചകൻ സൗഖ്യം നൽകുമെന്നുള്ള ഒരു വിശ്വാസം അല്ലെങ്കിൽ ഒരു ചിന്ത കടന്നു വരിക. 2 വ്യക്തികളെ നമ്മൾക്ക് ഇവിടെ കാണാൻ പറ്റും. എലീശ പ്രവാചകനും അദ്ദേഹത്തിന്റെ ശുശ്രൂഷകനായ ഗഹസി എന്ന് പറയുന്നയാളും. അവർ രണ്ടുപേരും ഒരു വശത്ത് നിൽക്കുന്നു. മറുവശത്ത് സിറിയ രാജാവായ നാമാൻ നിൽക്കുന്നു. ഇപ്രകാരം നാമാൻ എലീശ പ്രവാചകന്റെ അടുത്തേക്ക് വരുന്നു. പ്രവാചകന്റെ അടുത്ത് വന്ന് പറയുന്നു, എനിക്ക് രോഗമാണ് എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു ശുശ്രൂഷകനെ വിട്ട് പറയുകയാണ്, രാജാവിന്റെ സൈന്യാധിപന് രോഗമാണ്.
എലീശ പ്രവാചകൻ ഉൾക്കണ്ണോട് കണ്ട് അദ്ദേഹം തിരിച്ചു പറയുകയാണ്, അങ്ങനെയെങ്കിൽ ജോർദാൻ നദിയിൽ പോയി 3 പ്രാവശ്യം മുങ്ങുക. നാമാൻ പറഞ്ഞു, സിറിയയിൽ ധാരാളം നദികൾ ഉണ്ടായിരിക്കെ ഞാൻ എന്തിനാണ് ഈ ജോർദാൻ നദിയിൽ പോയി മുങ്ങുന്നത്? അദ്ദേഹം തിരിച്ചു പോകുന്ന അവസരത്തിൽ എങ്ങനെയെങ്കിലും ഒന്ന് മുങ്ങിയേക്കാം എന്ന് വിചാരിച്ചുകൊണ്ട് ഗഹസി പറഞ്ഞു, നിങ്ങൾ പോയി മുങ്ങുക എന്നൊക്കെ പറഞ്ഞപ്പോൾ അവസാനം മുങ്ങി അദ്ദേഹത്തിന് സൗഖ്യം പ്രാപിച്ചു. ഇതാണ് വിശുദ്ധ ഗ്രന്ഥം രേഖപ്പെടുത്തിയിരിക്കുന്ന ഭാഗം. ഗഹസി ആകട്ടെ സൗഖ്യത്തിന്റെ തുകയായ ഒരു പറ്റം സ്വർണ്ണ നാണയങ്ങൾ ഈ നാമാനിൽ നിന്ന് വാങ്ങുകയും ചെയ്തു. എന്താണ് ഈ കഥയുടെ അല്ലെങ്കിൽ ഈ സംഭവത്തിന്റെ ദൈവശാസ്ത്രപരമായിട്ടുള്ള സമീപനം? അതാണ് നമ്മൾ നോക്കുന്നത്. കഥ നമുക്ക് വായിക്കാൻ പറ്റും. 5-ാമത്തെ അധ്യായത്തിൽ മനോഹരമായ ഭാഷയിൽ എഴുതപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അത് എഴുതുന്നതിന്റെ കാരണം എന്താ? ആരാണ് സിറിയ രാജാവായ നാമാൻ? വിജാതീയനാണ് സിറിയ രാജാവായ നാമാൻ. അദ്ദേഹത്തിന് കർത്താവിന്റെ പ്രവാചകനിലൂടെ സൗഖ്യം ലഭിക്കുകയും മാനസാന്തരം ഉണ്ടാവുകയും ദൈവത്തിൽ വിശ്വസിക്കുകയും ചെയ്തു. എന്നാൽ ഇസ്രായേൽ ജനം എത്രമാത്രം അത്ഭുതങ്ങളും അടയാളങ്ങളും എലീശ പ്രവാചകനിലൂടെ ദൈവം ചെയ്തിട്ടും ദൈവത്തിൽ വിശ്വസിക്കുകയോ കർത്താവിനെ അറിയിക്കുകയോ ചെയ്യാതെ നിരന്തരം പാപത്തിൽ തുടരുന്നു എന്നുള്ളതിനെ കുറിച്ചുള്ള സൂചനയാണ് ഈ വചനഭാഗം നമുക്ക് നൽകുക. അങ്ങനെ പാപത്തിൽ തുടർന്നാൽ ഇസ്രായേൽ ജനത്തിന് നാശം സംഭവിക്കും. എന്നാൽ ദൈവത്തെങ്കിലേക്ക് വന്നു കഴിഞ്ഞാലോ ജനത്തിന് രക്ഷയുണ്ടാകും എന്നുള്ള സന്ദേശമാണ് നാമാൻ എന്ന് പറയുന്ന വ്യക്തിയിലൂടെ, അദ്ദേഹത്തിന്റെ സൗഖ്യത്തിലൂടെ വിശ്വാസ സമൂഹത്തിന് നൽകുന്ന ഒരു വലിയ പാഠം. അതുകൊണ്ട് ഈ നാമാന്റെ സൗഖ്യം ഈ രീതിയിൽ, പ്രത്യേകിച്ച് വിശുദ്ധ ഗ്രന്ഥത്തിന്റെ ദൈവശാസ്ത്ര ചിന്തകളിലൂടെ മാത്രമേ നമുക്ക് കാണാൻ പറ്റുകയുള്ളൂ. അത്ഭുതങ്ങളോ അടയാളങ്ങളിലൂടെ ദൈവത്തിന്റെ സാന്നിധ്യത്തെ മനസ്സിലാക്കാൻ ഇസ്രായേൽ ജനത്തിന് കഴിയണമെന്നതിനെ കുറിച്ചുള്ള മുന്നറിയിപ്പാണ് എലീശ പ്രവാചകനിലൂടെ നൽകുക. രണ്ടാമതായി, ഗഹസി എന്ന് പറയുന്ന വ്യക്തി ദൈവത്തിന്റെ അത്ഭുതത്തിന് പകരമായി പണം വാങ്ങുന്ന രംഗം നമ്മൾ കാണുന്നുണ്ട്. അതും വളരെയധികം ദൈവശാസ്ത്ര ചിന്തകളുണ്ട്. ദൈവത്തിന്റെ ദാനത്തെ പണം കൊടുത്തു വാങ്ങാമോ എന്നുള്ള ഒരു ചോദ്യം പുതിയ നിയമത്തിൽ നടപടി പുസ്തകത്തിലുണ്ടല്ലോ. കർത്താവിന്റെ ദാനത്തെ പണം കൊടുത്തു വാങ്ങാൻ പറ്റുമോ? അങ്ങനെ ഈ 2 ദൈവശാസ്ത്ര ചിന്തകളുടെ പശ്ചാത്തലത്തിലാണ് ഈ വചനഭാഗം ക്രമീകരിച്ചിരിക്കുക. തുടർന്ന് വരുന്ന അത്ഭുതങ്ങളും അടയാളങ്ങളും, പ്രവാചകനായ എലീശയിലൂടെ നടത്തുന്ന അത്ഭുതങ്ങളും അടയാളങ്ങളും വളരെ ഹ്രസ്വമായിട്ട് വിവരിക്കാനാണ് ആഗ്രഹിക്കുക. ഒരത്ഭുതമാണ് കോടാലി പൊക്കിയെടുക്കുന്ന അത്ഭുതം. മറ്റൊരു അത്ഭുതമാണ് സിറിയക്കാരെ തോൽപ്പിക്കുന്ന അത്ഭുതം. സിറിയക്കാരെ തോൽപ്പിക്കുന്ന അത്ഭുതം 6-ാമത്തെ അധ്യായത്തിന്റെ 8 മുതൽ 32 വരെയുള്ള വചനഭാഗങ്ങളിലാണ് കാണപ്പെടുന്നത്. അത് വളരെ ഒരു സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഒരു പ്ലാനോടുകൂടിയാണ് ഇസ്രായേല് സിറിയക്കാരെ തോൽപ്പിക്കുന്നത്. ഇത് അതിനുവേണ്ടി എലീശ പ്രവാചകൻ രംഗത്ത് വരികയാണ്. സിറിയക്കാരുടെ കണ്ണുകൾ അടപ്പിക്കുകയും അവരെ അന്ധരാക്കുകയും അവരെ ഇസ്രായേലിന്റെ പട്ടണത്തിലേക്ക് കൊണ്ടുപോവുകയും ഇസ്രായേൽ ജനതയുടെ കണ്ണു തുറപ്പിക്കുകയും അങ്ങനെ സിറിയക്കാരെ ഇസ്രായേൽ ജനം നശിപ്പിക്കുകയും ചെയ്യുന്ന രംഗമാണ് നമ്മളിവിടെ കാണുന്നത്. വീണ്ടും അടുത്ത രംഗങ്ങളിലേക്ക് വരുമ്പോൾ നമുക്ക് ദർശിക്കാൻ സാധിക്കുന്നത് ഇസ്രായേലിലെ ക്ഷാമത്തെ, ഒരു വലിയ ക്ഷാമത്തെ അവതരിപ്പിക്കുകയാണ്. ഏലിയ പ്രവാചകൻ 1 രാജാക്കന്മാരുടെ പുസ്തകം
17-ാമത്തെ അധ്യായത്തിൽ ആഹാബ് രാജാവിന്റെ പ്രവർത്തനങ്ങളെ കണ്ടുകൊണ്ട് ആഹാബ് രാജാവിന്റെയും ജസബൽ രാജ്ഞിയുടെയും വിഗ്രഹാരാധനകളെ കണ്ടുകൊണ്ട് ഇസ്രായേലിൽ കഠിനമായ ഒരു ക്ഷാമത്തെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകി. ദൈവമായ കർത്താവ് 3.5 വർഷത്തേക്ക് ആകാശം കൊട്ടിയടയ്ക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് കഠിനമായ ക്ഷാമത്തെക്കുറിച്ചുള്ള മുന്നറിയിപ്പ്, അതേപോലുള്ള ഒരു ക്ഷാമത്തെക്കുറിച്ചുള്ള മുന്നറിയിപ്പാണ് പ്രത്യേകമായിട്ട് ഇവിടെ നൽകുക. ആ മുന്നറിയിപ്പിന്റെ പ്രകാരം 8-ാമത്തെ അധ്യായത്തിൽ ഒരു മുന്നറിയിപ്പ് കൊടുക്കുമ്പോൾ അതിൽ നിന്ന് എക്സംപ്റ്റ് ചെയ്യപ്പെടുന്നത് താൻ പുനർജീവിപ്പിച്ച ഒരു ശൂനങ്കാരിയുടെ മകനെയാണ്, അമ്മയും മകനെയുമാണ്. പ്രത്യേകിച്ച് നമുക്കറിയാം, സറഫ്തായിലെ വിധവയെ കർത്താവ് ഏലിയ പ്രവാചകന് കാണിച്ചു കൊടുത്തു. സറഫ്തായിലെ വിധവയുടെ മകനെ ഏലിയ പ്രവാചകൻ ഉയർപ്പിച്ചു. ഇവിടെ അതുപോലെ തന്നെ എലീശ പ്രവാചകൻ ശൂനംകാരിയുടെ മകനെ ഉയർപ്പിക്കുന്ന രംഗം നമ്മളിവിടെ കാണുന്നുണ്ട്. അത് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടു കഴിഞ്ഞു. അവർക്ക് തന്നെ ഈ ക്ഷാമത്തെക്കുറിച്ചുള്ള മുന്നറിയിപ്പ് നൽകുകയും അവരുടെ ക്ഷാമത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അവരെ ആഹ്വാനം ചെയ്യുകയും ചെയ്യുന്ന രംഗമാണ് ഇവിടെ നമ്മൾ കാണുന്നത്. എന്താണ് ഇതിന്റെയൊക്കെ അർത്ഥം? ഇസ്രായേലിൽ അത്യധികമായിട്ടുള്ള അപജയങ്ങൾ കടന്നു വരികയാണ്. അതിശക്തമായ രീതിയിലുള്ള അപജയങ്ങൾ കടന്നു വരുന്നു. വിശ്വാസത്തിന്റെ അപജയം കടന്നു വരുന്നു. ധാർമ്മികത ഇസ്രായേലിൽ നഷ്ടപ്പെട്ടു പോകുന്നു. കാരണം നമുക്കറിയാം, തുടർന്ന് വരുന്ന രാജാക്കന്മാരുടെ ചരിത്രങ്ങളിലൊക്കെ പഠിക്കുമ്പോൾ ധാർമ്മികത നഷ്ടപ്പെടുന്ന ഒരു വിശ്വാസ സമൂഹത്തെയാണ് ഇസ്രായേലിൽ നമ്മൾ കാണുക. ഇങ്ങനെയുള്ള ഒരു സമൂഹത്തിന് മുമ്പിൽ പ്രവാചകൻ ശക്തമായിട്ട് നിൽക്കുകയാണ്. കാരണം ഈ സമൂഹത്തെ ഇങ്ങനെയുള്ള സമൂഹത്തിന് മുമ്പിൽ ദൈവത്തിന്റെ അതിശക്തമായിട്ടുള്ള കോപം കടന്നു വരുന്നു എന്നുള്ള സൂചനയാണ് ഈ ക്ഷാമത്തെക്കുറിച്ചുള്ള മുന്നറിയിപ്പ് നൽകുന്നതിലൊക്കെ കാണുന്നത്. എന്നാൽ ദൈവത്തെങ്കിലേക്ക് തിരിച്ചു വരുന്നവർക്കോ അനന്തമായ അനുഗ്രഹവും കരുണയും കൃപയും ഉണ്ടാകുമെന്ന് വിവരിക്കുകയാണ് ഈ എപ്പിസോഡുകളിലൂടെ. പ്രത്യേകിച്ച് നമ്മൾ നോക്കുമ്പോൾ ഇന്നത്തെ ഈ ഇസ്രായേലും സിറിയയും തമ്മിലുള്ള യുദ്ധം എങ്ങനെ അവസാനിക്കുന്നു എന്നുള്ളതിന്റെ വിവരണമാണ് 6-ാമത്തെ അധ്യായത്തിൽ നൽകിയത്. അവിടെയെല്ലാം പ്രവാചകന്റെ റോള് കാണുന്നു. കാരണം ഇസ്രായേലും സിറിയയും തമ്മിൽ ബെൻ ഹദാദിന്റെ കാലത്ത് ഉണ്ടായിരുന്ന യുദ്ധം, ആ യുദ്ധത്തിനൊരു അറുതി വേണം. അതൊരു പൊളിറ്റിക്കലായിട്ടുള്ള യുദ്ധമായിരുന്നെങ്കിലും ഈ യുദ്ധത്തിന്റെ ഒക്കെ പിന്നിൽ ദൈവശാസ്ത്രപരമായി ഇസ്രായേൽ ജനം കാണുന്നത് ഇസ്രായേലിന്റെ കഠിനമായിട്ടുള്ള പാപമാണ്. പ്രവാചകനായ എലീശ ഇസ്രായേൽ ജനത്തിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് ഇവരുടെ പാപത്തെക്കുറിച്ച് അവരെ ഉദ്ബോധിപ്പിക്കുകയും ദൈവത്തെങ്കിലേക്ക് തിരിച്ചു വരാൻ വേണ്ടിയിട്ട് ആഹ്വാനം ചെയ്യുകയും ചെയ്യുന്നതിലൂടെയാണ് യഥാർത്ഥത്തിൽ യുദ്ധങ്ങൾ അവസാനിക്കുന്നത് എന്ന് ദൈവശാസ്ത്രപരമായിട്ട് നമുക്കിതിനെ വ്യാഖ്യാനിക്കാൻ പറ്റും. ഇത് തന്നെയാണ് മറ്റു പുസ്തകങ്ങളിലൊക്കെ നമ്മൾ കാണുന്നത്. അപ്പൊ ഇതോടുകൂടി ഏകദേശം ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിലോടുകൂടി എലീശ പ്രവാചകന്റെ ജീവിതത്തെക്കുറിച്ചുള്ള വിചിന്തനങ്ങൾ സമാപിക്കുകയാണ്. എലീശയുടെ മരണത്തെ പ്രതിപാദിക്കുന്ന 2 രാജാക്കന്മാരുടെ 13-ാമത്തെ അധ്യായം 14 മുതലുള്ള തിരുവചനങ്ങൾ നോക്കിക്കേ, വായിച്ചു നോക്കാം. എലീശ രോഗഗ്രസ്തനായി മരണത്തോടടുത്തു. ഇസ്രായേൽ രാജാവായ യഹോവാഷ് അവന്റെ അടുത്ത് വന്ന് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, പിതാവേ, എന്റെ പിതാവേ, ഇസ്രായേലിന്റെ രഥങ്ങളും സാരഥികളും. എലീശ പറഞ്ഞു, അമ്പും വില്ലും എടുക്കുക. അവൻ എടുത്തു. എലീശ തുടർന്നു, വില്ലു കുലയ്ക്കുക. അവൻ വില്ലു കുലച്ചു. രാജാവിന്റെ കൈകളിന്മേൽ കൈകൾ വെച്ചുകൊണ്ട് എലീശ പറഞ്ഞു, കിഴക്കോട്ടുള്ള കിളിവാതിൽ തുറക്കുക. അവൻ തുറന്നു. എലീശ പറഞ്ഞു, എയ്യുക. അവൻ എയ്തു. അപ്പോൾ എലീശ പറഞ്ഞു,
കർത്താവിന്റെ വിജയാസ്ത്രം, സിറിയായ്ക്കെതിരെയുള്ള വിജയാസ്ത്രം, അഫേക്കിൽ വെച്ച് സിറിയായുമായി യുദ്ധം ചെയ്ത നീ അവരെ നശിപ്പിക്കും. അവൻ തുടർന്നു അമ്പുകൾ എടുക്കുക. അവൻ എടുത്തു. അവൻ രാജാവിനോട് പറഞ്ഞു, അമ്പുകൾ നിലത്തടിക്കുക. അവൻ 3 പ്രാവശ്യം അടിച്ചു നിർത്തി. ദൈവപുരുഷൻ കുപിതനായി പറഞ്ഞു, നീ 5 or 6 പ്രാവശ്യം അടിക്കേണ്ടതായിരുന്നു. അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ സിറിയായെ നീ നിശേഷം നശിപ്പിക്കുമായിരുന്നു. നോക്കിക്കേ, ഇങ്ങനെയുള്ള വിവരണങ്ങളിലൂടെ ഇസ്രായേലിനെ രക്ഷിക്കാൻ വേണ്ടി, സിറിയയിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയിട്ട് കടന്നു വന്നിരിക്കുന്ന പ്രവാചകനാണ് എലീശ പ്രവാചകൻ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അദ്ദേഹത്തിന്റെ രോഗഗ്രസ്തമായിട്ടുള്ള അവസ്ഥയിൽ പോലും ഇസ്രായേലിനെ സിറിയയിൽ നിന്ന് രക്ഷിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ എലീശ പ്രവാചകനാണ് ഇസ്രായേലിന്റെ രാജാവായിരുന്ന യേഹൂ എന്ന് പറയുന്ന രാജാവിനെ അഭിഷേകം ചെയ്യുന്നത്. നമുക്ക് ഇസ്രായേലിന്റെ ചരിത്രം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ പ്രവാചകന്മാര് രാജാക്കന്മാരെ അഭിഷേകം ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. സാവൂൾ എന്ന് പറയുന്ന ആദ്യത്തെ രാജാവിനെ അഭിഷേകം ചെയ്യുന്നത് ശമൂവേലാണ്. 1 സാമൂവേലിന്റെ പുസ്തകം 10-ാമത്തെ അധ്യായത്തിൽ. ദാവീദ് രാജാവിനെ അഭിഷേകം ചെയ്യുന്നത് സമൂവേലാണ്. 1 സമൂവേലിന്റെ പുസ്തകം 16-ാമത്തെ അധ്യായത്തിൽ. അതുപോലെ തന്നെ സോളമൻ രാജാവിനെ അഭിഷേകം ചെയ്യുന്നത് നാഥാനാണ്. 1 രാജാക്കന്മാരുടെ പുസ്തകത്തിന്റെ 1-ാമത്തെ അധ്യായത്തിൽ. ഇങ്ങനെ ഇസ്രായേലിന്റെ രാജാവിനെ, ഇസ്രായേലും ജൂദായും ഒന്നായിരിക്കുമ്പോൾ കടന്നു വന്നിരിക്കുന്ന രാജവംശത്തെ മുഴുവനെയും അഭിഷേകം ചെയ്യുന്നത് പ്രവാചകന്മാരാണ്. പ്രവാചകൻ മാത്രമല്ല, പ്രവാചകന്റെ കൂടെ ഒരു പുരോഹിതനൂടെ കാണും. സാവൂളിന്റെ കേസില് പുരോഹിതൻ സമൂഹ തന്നെയായിരുന്നു. ദാവീദിന്റെ കേസില് പുരോഹിതൻ സമൂഹ തന്നെയായിരുന്നു. എന്നാൽ സോളമന്റെ കാലഘട്ടത്തിൽ പുരോഹിതൻ സാദോക്കായിരുന്നു. ഇപ്രകാരം ഒരു പുരോഹിതനും ഒരു പ്രവാചകനും ചേർന്നാണ് രാജാക്കന്മാരെ അഭിഷേകം ചെയ്യുക. ഇപ്രകാരം അഭിഷേകം ചെയ്യുന്നതിലൂടെ ദൈവത്തിന്റെ സാന്നിധ്യത്തെ പ്രവാചകനിലൂടെ, രാജാവിലൂടെ അവതരിപ്പിക്കുകയാണ്. കാരണം നിയമാവർത്തന പുസ്തകം 17-ാം അധ്യായം 14-ാം വാക്യം ഇപ്രകാരം പറയുന്നു, നിങ്ങൾ വാഗ്ദാന ദേശത്ത് ചെല്ലുമ്പോൾ നിങ്ങൾക്ക് ഒരു രാജാവില്ലാതിരിക്കെ മറ്റ് ദേശക്കാർക്ക് ഒരു രാജാവ് ഉണ്ടെന്ന് നിങ്ങൾ കാണുകയും ചെയ്താൽ നിങ്ങൾ ചോദിക്കണം, ഞങ്ങൾക്കൊരു രാജാവിനെ തരിക. ഉടനെ അടുത്ത വചനത്തിൽ പറയുന്നു ഇപ്രകാരമാണ്, ദൈവമായ കർത്താവ് തെരഞ്ഞെടുക്കുന്ന വ്യക്തിയായിരിക്കണം ഒരു രാജാവ്. അപ്രകാരം ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അഭിഷേകം നടത്തുക. ഇപ്രകാരം ഇസ്രായേൽ രാജാക്കന്മാര്, അതായത് ഇസ്രായേലും ജൂദായും തമ്മിൽ വേർപിരിഞ്ഞതിന് ശേഷം ഇസ്രായേലിലെ ഒരു രാജാവ് പോലും അഭിഷേകം ചെയ്തതായിട്ട് വിശുദ്ധ ഗ്രന്ഥത്തിൽ കൊടുത്തിട്ടില്ല. ഇസ്രായേലിന്റെ രാജാക്കന്മാരാരും തന്നെ അഭിഷേകം ചെയ്തതായിട്ട് കൊടുത്തിട്ടില്ല. എന്നാൽ യേഹൂ എന്ന് പറയുന്ന രാജാവിനെ ഒരു പ്രവാചകൻ അഭിഷേകം ചെയ്യുന്നതായിട്ട് 9-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. 2 രാജാക്കന്മാരുടെ പുസ്തകം 9-ാമത്തെ അധ്യായത്തിൽ 1-ാമത്തെ വാക്യം പ്രകാരമാണ്, എലീശ പ്രവാചകൻ പ്രവാചകഗണത്തിൽ ഒരുവനെ വിളിച്ചു പറഞ്ഞു, അരമുറുക്കി ഒരു പാത്രം തൈലമെടുത്ത് റമോത്ത് ഗിലെയാദിലേക്ക് പോവുക. അവിടെ എത്തി നിംഷിയുടെ പൗത്രനും യഹോശഫാത്തിന്റെ പുത്രനുമായ യേഹൂവിനെ അന്വേഷിക്കുക. അവനെ ഒറ്റയ്ക്ക് ഉള്ളിലേക്ക് വിളിച്ചു കൊണ്ടുപോവുക. അവന്റെ തലയിൽ തൈലം ഒഴിച്ചുകൊണ്ട് പറയുക, കർത്താവ് അരുളി ചെയ്യുന്നു, ഇസ്രായേലിന്റെ രാജാവായി ഞാൻ നിന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. എന്തിനാണ് എലീശ പ്രവാചകൻ ഇസ്രായേലിന്റെ രാജാവായി യേഹൂവിനെ അഭിഷേകം ചെയ്യുന്നത്? മറ്റ് രാജാക്കന്മാർക്കൊന്നുമില്ലാത്ത ഒരു അഭിഷേകം ഈ ഇസ്രായേൽ രാജാവായ യേഹൂവിന് എങ്ങനെ കിട്ടി? അതാണ് നമ്മുടെ ചോദ്യം. ഇസ്രായേൽ രാജാക്കന്മാരെ എല്ലാവരെയും സാധാരണയായിട്ട് വിശുദ്ധ ഗ്രന്ഥം വിശേഷിപ്പിച്ചിരിക്കുന്നത് അവൻ ജെറോബോവാമിന്റെ പാതയിലൂടെ നടന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ജെറോബോവാം എന്ന് പറയുന്ന ആദ്യത്തെ ഇസ്രായേലിന്റെ വിഭജിതമായിട്ടുള്ള ഇസ്രായേലിന്റെ രാജാവായ ജെറോബോവാം ഏകദൈവത്തെ മറന്ന് ബഹുദൈവങ്ങളെ ആരാധിച്ചു. അനഹ്നു
ലോ നഹ്ല ബെഓഹേൽ ദാവീദ്. ഞങ്ങൾക്ക് ദാവീദിന്റെ കൂടാരവുമായി ഒരു ബന്ധവുമില്ല എന്ന് പറഞ്ഞ് ജെറുസലേം ദേവാലയം ഉപേക്ഷിച്ച് ബഥേലിലും ദാനിലും ദേവാലയങ്ങൾ സ്ഥാപിച്ച് അതുപോലെ തന്നെ ജെറുസലേമിൽ നടത്തേണ്ടിയിരുന്ന ദൈവാരാധനകൾക്ക് പകരമായി വേറെ സമയത്ത് പ്രത്യേക കലണ്ടർ ഉണ്ടാക്കി ദൈവാരാധനകൾ നടത്തി അങ്ങനെ യഹോവയാകുന്ന ദൈവത്തെ അത്രമാത്രം വേദനിപ്പിച്ച ഒരു ജെറോബോവാം എന്ന് പറയുന്ന രാജാവിനെ പോലെയായിരുന്നു മറ്റ് രാജാക്കന്മാർ എന്ന് ഇവിടെ തിരുവചനം വിശേഷിപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് ഈ തിരുവചനങ്ങളിലെല്ലാം, ഈ രാജാക്കന്മാരുടെ ചരിത്രങ്ങളിലെല്ലാം തന്നെ യുദ്ധവും ഭീഷണികളും ഒക്കെ കാണുകയും അവർക്കൊന്നും അഭിഷേകം കിട്ടിയില്ല എന്ന് വിശുദ്ധ ഗ്രന്ഥം സാക്ഷിക്കുകയും ചെയ്യുന്നത്. മറ്റു ആർക്കും തന്നെ ജെറോബോവാമിന്റെ വംശപരമ്പരയ്ക്കോ ബാഷയുടെ വംശപരമ്പരയ്ക്കോ ഓമ്രിയുടെ വംശപരമ്പരയ്ക്കോ ഒന്നും തന്നെ ഈ ഇപ്രകാരം ഒരു അഭിഷേകം കിട്ടിയില്ല. എന്നാൽ ഇവിടെ അഭിഷേകം കിട്ടിയിരിക്കുന്നത് യേഹൂവിന്റെ വംശപരമ്പരയ്ക്കാണ്. യേഹൂ എന്ന് പറയുന്ന ഒരു രാജാവിനാണ് എലീശ പ്രവാചകൻ അഭിഷേകം. അദ്ദേഹത്തിന്റെ ജീവിത ശൈലി എന്തായിരുന്നു എന്ന് നമുക്ക് അല്പം കഴിയുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും. ഏകദേശം നമ്മള് പിന്നെ ഇസ്രായേൽ രാജവംശത്തിന്റെ സമാപന ഘട്ടത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. യേഹൂവിന്റെ രാജ്യത്വം കഴിഞ്ഞതിന് ശേഷം തുടർന്ന് വരുന്ന രാജാക്കന്മാര് നമ്മൾ കാണുന്നത് ജെറോബോവാം സെക്കൻഡാണ്. അദ്ദേഹത്തിന്റെ കാലത്തോടു കൂടിയാണ് ഏകദേശം ആമോസിന്റെ പുസ്തകത്തെക്കുറിച്ചും ഹോസിയയുടെ പുസ്തകവും അതുപോലെ തന്നെ തുടർന്ന് വരുന്ന പുസ്തകങ്ങളുടെ പ്രവാചക ഗ്രന്ഥത്തിൽ പ്രതിപാദിച്ചിരിക്കുന്ന സംഭവങ്ങളൊക്കെ നടക്കുന്നത് ഈ ജെറോബോവാം സെക്കൻഡിന്റെ കാലഘട്ടത്തിലാണ്. അതിനുശേഷം അദ്ദേഹത്തിന് ശേഷം കടന്നു വരുന്നത് സക്കറിയ, ഷല്ലൂം, മെനഹേം, പെക്കിയ, പെക്ക, ഹോഷയ എന്നീ രാജാക്കന്മാരാണ്. ഇവരുടെയൊക്കെ പ്രത്യേകതകളൊക്കെ നമുക്ക് പിന്നീട് മനസ്സിലാക്കാൻ പറ്റും. പ്രത്യേകിച്ച് സീറോ എഫ്രമൈറ്റ് ക്രൈസിസ് എന്ന് പറയുന്ന ഒരു വലിയൊരു യുദ്ധത്തെ 734 BC നടന്ന യുദ്ധത്തിന്റെ പശ്ചാത്തലം ഒരുക്കുകയാണ് ഈ ഇസ്രായേലിലെ ഈ രാജാക്കന്മാരെല്ലാം, അവസാന ഘട്ടത്തിലെ രാജാക്കന്മാരെല്ലാവരും തന്നെ. ഇസ്രായേലും സിറിയയും കൂടി ഒന്നു ചേർന്ന് ജൂദ ദേശത്തെ നശിപ്പിക്കാൻ വേണ്ടി തീരുമാനമെടുക്കുന്ന സീറോ എഫ്രമൈറ്റ് ക്രൈസിസ് 734 BC നടന്ന ആ വലിയൊരു ക്രൈസിസിന്റെ പശ്ചാത്തലം ഒരുക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഈ ക്രൈസിസിന്റെ അനന്തരഫലം എന്തായിരുന്നുവെന്ന് നമുക്ക് കൃത്യമായിട്ടറിയാം. 722 BC ഇസ്രായേല് അസീറിയക്കാർ ഇസ്രായേലിനെ എടുത്തുകൊണ്ടുപോയി. അസീറിയൻ ഇൻവേഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന വർഷമാണ് 722 BC. അപ്പോൾ ഇസ്രായേലിന്റെ പതനം ഏകദേശമൊക്കെ അടുത്തു വന്നിരിക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുക. അതുകൊണ്ടാണ് യേഹൂവിന്റെ ഈ കാലഘട്ടത്തെ കുറിച്ച് പറഞ്ഞ് ഇവിടെ ഞാൻ അവസാനിപ്പിക്കുന്നത്. എന്നാൽ യേഹൂവിന്റെ പ്രത്യേകതകളെ കുറിച്ച് ഞാൻ പിന്നീട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. എന്നാൽ ഇത്രയും നേരം നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് ഇസ്രായേലിന്റെ രാജാക്കന്മാരാണെങ്കിൽ ഇനി നമുക്ക് കാണാൻ പോകുന്നത് ജൂദ ദേശത്തിലെ രാജാക്കന്മാരെയാണ്. ആരാണ് ജൂദാദേശത്തിലെ രാജാക്കന്മാർ? ജെറോബോവാമും റഹോബോവാമും തമ്മിൽ വേർപിരിയുന്ന അവസരത്തിൽ ശേഷം ദാവീദിന്റെ വംശപരമ്പരയിൽപ്പെട്ട രാജാക്കന്മാരാണ് യഥാർത്ഥത്തിൽ ജൂദയെ ഭരിച്ചിരുന്നത്. അതുകൊണ്ടാണ് ജൂദാദേശത്തിന് ഒറ്റ ഒരു ഡൈനാസ്റ്റിയെ ഉള്ളൂ എന്ന് നമ്മൾ പറയുന്നത്. അവരാരൊക്കെയാണ്, എന്താണ് അവരുടെ പ്രത്യേകതകൾ എന്ന് ഒന്ന് മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. കാരണം ഇത്രയും നേരം നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് ഇസ്രായേലിന്റെ രാജവംശത്തെ കുറിച്ച് മാത്രമായിരുന്നു. അതിന്റെ ഇടയ്ക്ക് വിശുദ്ധ ഗ്രന്ഥത്തിലാണെങ്കിൽ പോലും ഇടയ്ക്ക് ഇവരായിരുന്നു ജൂദാദേശത്തിന്റെ രാജാവ് എന്നൊക്കെ വിശേഷിപ്പിക്കുന്നൊക്കെ ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ജൂദാദേശത്തിന്റെ രാജവംശത്തെ കുറിച്ച്, രാജാക്കന്മാരെ കുറിച്ച് ഒന്ന് മനസ്സിലാക്കുന്നത് ഉചിതമായിരിക്കും. അല്ലെങ്കിൽ നമ്മളുടെ ഈ സ്റ്റഡി എന്ന് പറയുന്നത് മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടുണ്ട്. റഹോബോവാം എന്ന് പറയുന്ന സോളമൻ രാജാവിന്റെ പുത്രനെ കുറിച്ച് ഉള്ള വിചിന്തനങ്ങൾ നേരത്തെ നമ്മൾ നടത്തിയായിരുന്നു. അദ്ദേഹം ആരായിരുന്നു, റഹോബോവാം ആരായിരുന്നു എന്നുള്ളതിനെ കുറിച്ചുള്ള ചിന്തകൾ നമ്മൾ നടത്തിയിരുന്നു.
അദ്ദേഹത്തെ കുറിച്ചുള്ള കാര്യങ്ങളാണ് 1 രാജാക്കന്മാരുടെ പുസ്തകം 12ഉം 13ഉം ഒക്കെയുള്ള അധ്യായങ്ങളിൽ വിവരിക്കുന്നത്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ റഹോബോവാം ഷെക്കേമിൽ വന്നു എന്നാണ് പറയുന്നത്. ഷെക്കേമിൽ വരിക എന്നതിന്റെ അർത്ഥവും അന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഷെക്കേം ഇസ്രായേൽ ജനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ്. അവിടെയാണ് രാജവംശം ഉടലെടുത്തത്. കാരണം ന്യായാധിപന്മാരുടെ പുസ്തകം 9-ാമത്തെ അധ്യായത്തിൽ അബിമേലെക്കിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന അവസരത്തിൽ ആദ്യത്തെ രാജാവാകാൻ വേണ്ടി അബിമേലെക്ക് ഈ ഷെക്കേമിൽ പോയ ചരിത്രമൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്രകാരം ഷെക്കേം എന്ന് പറയുന്ന സ്ഥലം യഥാർത്ഥത്തിൽ ഇസ്രായേൽ അല്ലെങ്കിൽ ഇസ്രായേലിൽ രാജവംശം ആരംഭിച്ചിരുന്ന സ്ഥലമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അത് നേരത്തെ നമ്മൾ കണ്ടതായതുകൊണ്ട് വീണ്ടും നമ്മൾ അതിലേക്ക് പ്രവേശിക്കുന്നില്ല. എന്നാൽ റഹോബോവാം ഷെക്കേമിൽ ചെന്നിട്ട് ആളുകളോട് പറഞ്ഞു, ഞാൻ 2 കൂട്ടരോട് ചോദിക്കുകയാണ്, ഞാൻ എപ്രകാരമാണ് ഈ ഭരണം നടത്തേണ്ടത്. ഉടനെ അതിൽ 2 കൂട്ടരെന്ന് പറയുമ്പോൾ ഒന്ന് പ്രായം ചെന്നവരുണ്ട്, മറ്റൊന്ന് ചെറുപ്പക്കാരുണ്ട്. പ്രായം ചെന്നവര് പറഞ്ഞു, നിന്റെ പിതാവായ സോളമൻ ധാരാളം ടാക്സ് ചെലുത്തി, അതുകൊണ്ട് നീ അങ്ങനെയൊന്നും ചെയ്യരുത്. വളരെ മനോഹരമായിട്ട് ആളുകൾക്ക് ടാക്സ് ഒന്നും കൊടുക്കാതെ, ആളുകളെ പീഡിപ്പിക്കാതെ നീ രാജ്യം ഭരിക്കുക. എന്നാല് ചെറുപ്പക്കാർ പറഞ്ഞു, അത് പറ്റില്ല, നമ്മുടെ രാജ്യത്തിന് ഉന്നതി ഉണ്ടാകണം, അതുകൊണ്ട് ടാക്സ് കൂട്ടണം. നിന്റെ പിതാവ് 10 വർദ്ധിപ്പിച്ചെങ്കിൽ 20 വർദ്ധിപ്പിക്കണം എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് ഇസ്രായേലിലെ രാജാവായ റഹോബോവാമിനോട് പറഞ്ഞു. അദ്ദേഹം ഈ ചെറുപ്പക്കാരുടെ ഉപദേശം സ്വീകരിക്കുകയും അങ്ങനെ രാജ്യം മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്തു. അങ്ങനെയാണ് റഹോബോവാമും ജെറോബോവാമും തമ്മിൽ വേർപിരിയുന്ന പൊളിറ്റിക്കൽ റീസൺ എന്ന് നമ്മൾ മനസ്സിലാക്കി. ഇനി റഹോബോവാമിന്റെ കാലഘട്ടത്തിൽ പല കാര്യങ്ങളും നടന്നു. അദ്ദേഹം ഏകദൈവത്തെ വിശ്വസിക്കാതെ ബഹുദൈവങ്ങളെ വിശ്വസിച്ചു. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. സോളമൻ രാജാവിന്റെ കാലഘട്ടത്തിൽ പോലും ജെറുസലേം ദേവാലയത്തിൽ ബഹുദൈവങ്ങൾ ഉണ്ടായിരുന്നു എന്ന് ഞാൻ നിങ്ങളോട് സൂചിപ്പിച്ചിരുന്നു. കാരണം ഈജിപ്ത് ദേശത്തിലെ വിവിധങ്ങളായിട്ടുള്ള രാജവംശത്തിൽപ്പെട്ട സ്ത്രീകളെയും അതുപോലെ തന്നെ ഹിത്യ സ്ത്രീകളെയും ഒക്കെ കല്യാണം കഴിച്ച സോളമൻ രാജാവ് അവരുടെ ദൈവങ്ങൾക്ക്, അവരുടെ കുലദൈവങ്ങൾക്ക് പാർക്കാൻ വേണ്ടിയിട്ട് സോളമൻ അദ്ദേഹം നിർമ്മിച്ച ദേവാലയത്തിൽ സ്ഥലം കൊടുത്തിരുന്നു എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലായി. അതുകൊണ്ടാണ് അദ്ദേഹം ഏകദൈവത്തെ മറന്ന് ബഹുദൈവങ്ങളുടെ പിന്നാലെ പോകുന്നത്. അപ്പൊ അതുതന്നെയാണ് യഥാർത്ഥത്തിൽ ഇസ്രായേലിന്റെ പതനത്തിന് കാരണമായിട്ട് നിൽക്കുക. അങ്ങനെ റഹോബോവാം വ്യത്യസ്തങ്ങളായിട്ടുള്ള ആരാധനകൾ ആരംഭിച്ചു. വലിയ മലകളൊക്കെ തീർത്തു, ബമ്മോത്തുകൾ തീർത്തു. ബമ്മോത്ത് എന്ന വാക്കിന്റെ അർത്ഥം ഉയർന്ന സ്ഥലമാണ്. ആ സ്ഥലത്താണ് യഥാർത്ഥത്തിൽ ദൈവാലയം മറ്റു ദേവന്മാരൊക്കെ പ്രതിഷ്ഠിച്ചിരുന്നത്. നമുക്ക് സാധാരണയായിട്ട് നമ്മൾ പറയുന്ന ബേമ എന്ന് പറയുന്നത് ഉയർന്ന സ്ഥലത്തെ കുറിച്ച് അവിടെ നിന്നാണ് ബമ്മോത്തുകളൊക്കെ കടന്നു വരിക. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കി. അതുപോലെ തന്നെ ആൺവേശ്യ സമ്പ്രദായം ഇസ്രായേലില് അല്ലെങ്കിൽ ദേവാലയങ്ങളിലെ സാങ്ച്വറികളുടെ മുമ്പിൽ ആൺവേശ്യ സമ്പ്രദായം ഇസ്രായേൽ ഉണ്ടാക്കിയത് ഈ റഹോബോവാമാണ്. ഇപ്രകാരം ഇങ്ങനെയെല്ലാം ചെയ്തത് കൊണ്ട് എന്താ സംഭവിച്ചത്? ഇസ്രായേലും ജൂദായും തമ്മിൽ അകലാൻ തുടങ്ങുകയാണ്. അവർക്കൊരു സ്നേഹബന്ധമില്ലായിരുന്നു. ഇസ്രായേലും ജൂദായും തമ്മിൽ നിരന്തരമായിട്ടുള്ള യുദ്ധങ്ങൾ കടന്നു വന്നത്. ഇതല്ല, ഈ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തെ കുറിച്ചാണ് പ്രധാനമായിട്ടും രാജാക്കന്മാരുടെ പുസ്തകം ഈ 14-ാമത്തെ അധ്യായത്തിൽ സൂചിപ്പിക്കുക. റഹോബോവാമിന്റെ മരണത്തിന് ശേഷം, പ്രത്യേകിച്ച് 14-ാം അധ്യായം 21-ാമത്തെ വാക്യം മുതൽ 31-ാമത്തെ വാക്യം വരെയാണ് റഹോബോവാമിന്റെ ജീവിതത്തെ കുറിച്ച് പ്രതിപാദിച്ചിരിക്കുക. റഹോബോവാമിന്റെ മരണത്തിന് ശേഷം അദ്ദേഹത്തിന്റെ നെബാത്തിന്റെ മകൻ ജെറോബോവാമിന്റെ വാഴ്ചയുടെ 18-ാം വർഷം അബിയാം ജൂദ രാജാവിൽ ഭരണം ആരംഭിച്ചു. അബിയാമാണ് അടുത്ത പുത്രൻ. അതായത് റഹോബോവാമിന്റെ പുത്രനായ അബിയാം ജൂദാദേശത്ത് ഭരണം ആരംഭിച്ചു. അദ്ദേഹം എന്താണ് ചെയ്തത്? പിതാവായ റഹോബോവാമിനെ പോലെ, അങ്ങനെയാണ് തിരുവചനം പറഞ്ഞിരിക്കുന്നത്, പിതാവിന്റെ പാപങ്ങളിൽ അവനും ഏർപ്പെട്ടു.
കർത്താവിന്റെ സന്നിധിയിൽ വിശ്വസ്തനായി പ്രവർത്തിച്ച പിതാവായ ദാവീദിന്റെ പോലെ തല്ലായിരുന്നു അവന്റെ പ്രവർത്തനം. നോക്കിക്കേ, ഇങ്ങനെയാണ് ജൂദാദേശത്തിലെ രാജാക്കന്മാരെ വിലയിരുത്തുന്നത്. ജൂദാദേശത്തിലെ രാജാക്കന്മാരെ വിശുദ്ധ ഗ്രന്ഥം വിലയിരുത്തുമ്പോൾ അത് പ്രത്യേകമായിട്ട് കണക്ട് ചെയ്യുന്നത് ജൂദ രാജാവായ ദാവീദിന്റെ പ്രവർത്തനത്തെ കുറിച്ചാണ്. എന്നാൽ ഇസ്രായേൽ രാജാക്കന്മാരുടെ വിലയിരുത്തൽ നടക്കുമ്പോൾ അത് കണക്ട് ചെയ്യപ്പെടുന്നത് ജെറോബോവാമിനുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഇപ്രകാരമാണ് ഈ ഇവാലുവേഷൻ നടക്കുക. വിശുദ്ധ ഗ്രന്ഥകാരൻ ഓരോ രാജാക്കന്മാരെ കുറിച്ച് പറയുമ്പോൾ തന്നെ ഒരു ഇവാലുവേഷൻ നടത്തുന്നുണ്ട് എന്ന കാര്യം കൂടി പ്രത്യേകം ഓർക്കുക. ഇപ്രകാരം അബിയാം എന്ന് പറയുന്ന രാജാവ് പിതാവായ റഹോബോവാമിന്റെ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം എന്തൊക്കെ പാപങ്ങൾ ചെയ്തുവോ അവയെല്ലാം അബിയാം എന്ന് പറയുന്ന രാജാവിന്റെ ജീവിതത്തിലും സംഭവിച്ചു. അദ്ദേഹം അന്യദേവന്മാരെ ആരാധിക്കാൻ വേണ്ടി ബമ്മോത്തുകൾ സ്ഥാപിച്ചു. അതുപോലെ തന്നെ ആൺവേശ്യ സമ്പ്രദായം ഇസ്രായേലിൽ നടമാടി. ഇതെല്ലാം കൊണ്ട് വീണ്ടും ഇസ്രായേലും ജൂദായും തമ്മിൽ ഉള്ള ബന്ധം വിച്ഛേദിക്കപ്പെട്ടു. അതുപോലെ തന്നെ ഇസ്രായേലും ജൂദായും തമ്മിൽ നിരന്തരമായിട്ടുള്ള യുദ്ധത്തിൽ ഏർപ്പെടുകയാണ് ചെയ്തത്. അദ്ദേഹത്തിന് ശേഷം കടന്നു വരുന്നത് ആസ രാജാവാണ്, ജൂദായുടെ രാജാവായ ആസ രാജാവ്. അവൻ ജെറുസലേമിൽ 41 കൊല്ലം ഭരിച്ചു. അവന്റെ പിതാമഹി അബ്സലോമിന്റെ മകൾ മാഖ ആയിരുന്നു. പിന്നെ ആസ പിതാവായ ദാവീദിനെ പോലെ കർത്താവിന്റെ ദൃഷ്ടിയിൽ നീതിപൂർവം വർത്തിച്ചു. നോക്കിക്കേ, അപ്പോൾ ആസ എന്ന് പറയുന്ന രാജാവിന്റെ കാലഘട്ടത്തിൽ പുതിയൊരു ജീവിത ശൈലിയിലേക്ക് പ്രവേശിക്കുകയാണ്. ദാവീദ് രാജാവിനെ പോലെ ദൈവസന്നിധിയിൽ നീതിയായിട്ട് പ്രവർത്തിച്ച വ്യക്തിയായിരുന്നു ആസ. അതുകൊണ്ടാണ് ആസയെ നീതിമാനെന്ന്, ദാവീദിനെ പോലെ നീതിമാനെന്ന് വിശേഷിപ്പിക്കുന്നത്. എന്തൊക്കെയാണ് അദ്ദേഹം ചെയ്തത്? അദ്ദേഹം ചെയ്തത് തന്റെ പിതാമഹൻ, അതായത് റഹോബോവാം ആരംഭിച്ച ആൺവേശ്യ സമ്പ്രദായം ആസ ഇസ്രായേലില് ഉപേക്ഷിച്ചു, അത് നിർത്തലാക്കി. എന്നാൽ, വീണ്ടും പറയുന്നു, എന്നാൽ ദൈവമായ കർത്താവിനെ ആരാധിക്കാതെ ബഹുദൈവങ്ങളെ ആരാധിക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന ബമ്മോത്തുകൾ, അതായത് ഉയർന്ന സ്ഥലങ്ങൾ അദ്ദേഹം എടുത്തു മാറ്റിയില്ല. ഇതാണ് ഇസ്രായേലിന്റെ രാജാവായ ആസായെ കുറിച്ചുള്ള ഒരു സൂചന. അതുകൊണ്ട് ആസായും കാലത്തും ഇസ്രായേലും ജൂദായും തമ്മിലുള്ള യുദ്ധം കൊടുമ്പിരി കൊള്ളുകയും അങ്ങനെ ഇസ്രായേലും ജൂദായും തമ്മിൽ അതിശക്തമായിട്ടുള്ള അസ്വസ്ഥതകൾ നിലനിൽക്കുകയും ചെയ്തു എന്നാണ് തിരുവചനം പറയുന്നത്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് അടുത്ത ആസായിക്ക് ശേഷം കടന്നു വരുന്ന രാജാവിനെ കുറിച്ചാണ്. തുടർന്ന് വരുന്ന രാജാക്കന്മാരെല്ലാം തന്നെ ആസായിക്ക് ശേഷം യഹോഷഫാത്ത് എന്ന് പറയുന്ന രാജാവ് കടന്നു വരുന്നുണ്ട്. യഹോഷഫാത്തും ഈ ആസായെ പോലെ ഇസ്രായേൽ ജനതയുടെ ഇടയില് ധാരാളമായിട്ട് പ്രവർത്തിച്ചു. ജൂദാദേശത്തെ രാജാവായിരുന്നു. അദ്ദേഹത്തിന്റെ പിൻഗാമികളെ കുറിച്ചൊക്കെയുള്ള വിചിന്തനങ്ങളാണ് തുടർന്ന് വരുന്ന ഭാഗങ്ങളിൽ നമ്മൾ കാണുന്നത്. ഇനി നമ്മൾ കാണാൻ പോകുന്ന ഒരു രാജാവിനെ കുറിച്ചാണ് 1 രാജാക്കന്മാരുടെ പുസ്തകം 22-ാമത്തെ അധ്യായം 41-ാമത്തെ വാക്യം. എന്താണ്? യഹോഷഫാത്ത് യൂദാ രാജാവായിട്ട് വാഴുന്നത്. ആഹാബിന്റെ 4-ാം ഭരണവർഷം ഓമ്രിയുടെ ഡൈനാസ്റ്റിയുടെ സമയം, ഇസ്രായേലിൽ ഓമ്രിയുടെ ഡൈനാസ്റ്റിയുടെ സമയത്ത് ആസയുടെ പുത്രൻ യഹോഷഫാത്ത് രാജാവായി, യൂദായില് രാജാവായി. അവൻ ജെറുസലേമിൽ 25 വർഷം ഭരിച്ചു. അവൻ പിതാവായ ആസയുടെ മാർഗത്തിൽ സഞ്ചരിച്ചു, അതിൽ നിന്ന് വ്യതിചലിച്ചില്ല. കർത്താവിന് പ്രീതികരമായി പ്രവർത്തിച്ചു, എങ്കിലും പൂജാഗിരികള് അദ്ദേഹം മാറ്റിയില്ല. ഇതെല്ലാം അദ്ദേഹത്തെ കുറിച്ച് പറയുന്ന വിചിന്തനങ്ങളാണ്, ഇവാലുവേഷൻസ് ആണ്. ഈ യഹോഷഫാത്തിന്റെ കാലഘട്ടത്തിന് ശേഷം ജൂദാ ദേശത്തെ ഭരിക്കാൻ വന്നിരുന്നത് യഹോറാം ആയിരുന്നു. യഹോറാം ആരാണ്? യഹോറാം
യഹോഷഫാത്തിന്റെ പുത്രനാണ് യഹോറാം. അവൻ 8 കൊല്ലം ജെറുസലേമിൽ ഭരിച്ചു. ആഹാബിന്റെ ഭവനം ചെയ്തതുപോലെ തന്നെ അവൻ ഇസ്രായേൽ രാജാക്കന്മാരുടെ വഴികളിൽ നടന്നു. യഹോറാം ഇസ്രായേൽ രാജാക്കന്മാരുടെ വഴികളിൽ നടന്നു. അതിനുശേഷം യഹോറാമിന്റെ പുത്രനായ അഹസ്യ യൂദാ രാജാവായിട്ട് വരികയാണ്. ആരാണ് യഹോറാം എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അത്താലിയ, യഹോറാമും അത്താലിയയും തമ്മിലുള്ള ബന്ധം, ഇതിൽ അതുപോലെ തന്നെ അഹസ്യ അത്താലിയയുടെ പുത്രനാണ്. ആരാണ് ഈ അത്താലിയ? ഇവിടെയാണ് നമുക്കൊരു ചെറിയൊരു വ്യത്യാസം നമുക്ക് കാണാൻ പറ്റുന്നത്. ഇസ്രായേലിന്റെ രാജാക്കന്മാരെ കുറിച്ച് പറഞ്ഞതിന് ശേഷം യൂദാ രാജാക്കന്മാരെ കുറിച്ച് അവതരിപ്പിക്കുന്ന ഈ ഭാഗത്ത് യഹോഷഫാത്തിന്റെ പുത്രനായ യഹോറാമിനെ കുറിച്ച് പറയുകയാണ്. ഇസ്രായേലിൽ അതുവരെ വളരെ അതിശക്തമായിട്ടുള്ള യുദ്ധങ്ങൾ, യൂദായും ഇസ്രായേലും തമ്മിൽ യുദ്ധങ്ങൾ നടക്കുമ്പോൾ ആ യുദ്ധത്തെ ഒന്ന് തണുപ്പിക്കാൻ വേണ്ടി യഹോറാം എന്ന് പറയുന്ന വ്യക്തി ഒരു കാര്യം ചെയ്തു. അതെന്തായിരുന്നു എന്ന് ആ തിരുവചന ഭാഗത്തിൽ 8-ാമത്തെ അധ്യായത്തിന്റെ 2 രാജാക്കന്മാർ 8-ാമത്തെ അധ്യായത്തിലെ 12-16 മുതലുള്ള വാക്കുകളിൽ പറയുന്നു. അദ്ദേഹം എന്താ ചെയ്തത്? ഓംറിയുടെ പുത്രിയായ അത്താലിയായെ കല്യാണം കഴിച്ചു. ആരാണ് ഓംറി എന്ന് നമുക്കറിയാം. ആരാ ഓംറി? ഇസ്രായേലിന്റെ ആയിരുന്നു ഓംറി. ഓംറിയുടെ പുത്രിയായ അത്താലിയായെ യൂദാ രാജാവായ യഹോറാം കല്യാണം കഴിച്ചു. അതുവഴിയായി എന്ത് സംഭവിച്ചെന്ന് നമുക്കറിയാം. യൂദാ രാജാവായ യഹോറാം ഇസ്രായേൽ രാജാവായ ആയിരുന്ന ആഹാബിന്റെ അല്ലെങ്കിൽ ഓംറിയുടെ ഡൈനാസ്റ്റിയുമായിട്ട് സന്ധി ചേരുകയും ഇസ്രായേലും യൂദായും തമ്മിലുള്ള യുദ്ധം അങ്ങനെ അവസാനിക്കുകയും ചെയ്തു. സമാധാനത്തോടുകൂടി പോവുകയാണ്. എന്നാൽ ആരാ ഭരിക്കുന്നത്? അത്താലിയാണ് ഭരിക്കുന്നത്. ഇസ്രായേൽ ഭരണം യൂദാദേശത്തേക്ക് കടന്നു വരുന്ന രംഗമാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പോൾ നോക്കിക്കോണം, ഇസ്രായേലിന്റെ ഭവനം ഏകദൈവത്തെ മറന്ന് ബഹുദൈവങ്ങളെ ആരാധിച്ചിരുന്ന ഇസ്രായേലിന്റെ ഭരണം യൂദാദേശത്തേക്ക് അറിയാതെ കടന്നു വരുന്നത് ഈ ഒരു വിവാഹ ബന്ധത്തിലൂടെയാണ്. അതിനുശേഷമാണ് യൂദാ രാജാവായ അഹസ്യ രംഗപ്രവേശം ചെയ്യുന്നത്. ആരാണ് അഹസ്യ? അത്താലിയായുടെ മകനാണ് അഹസ്യ. അഹസ്യായും ആഹാബിന്റെ വഴികളിൽ നടന്നു. അതായത് ഇവിടെയൊക്കെ പ്രതിപാദിക്കുമ്പോൾ, ഈ യൂദാ രാജാക്കന്മാരെ കുറിച്ച് പ്രതിപാദിക്കുമ്പോൾ ആഹാബിനെ കുറിച്ച് പ്രതിപാദിക്കുന്നു. കാരണം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാമല്ലോ. ഇത്രയും നേരവും യൂദാ രാജാവിനെ കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ കേട്ടത് എന്താണ്? ഇവൻ തന്റെ പിതാവായ ദാവീദിനെ പോലെ ആയിരുന്നില്ല, അല്ലെങ്കിൽ ഇവൻ പിതാവായ ദാവീദിന്റെ മാർഗത്തിൽ ചരിച്ചു. എന്നാൽ യഹോറാമിനെ കുറിച്ചും അഹസ്യയെ കുറിച്ചും ഒക്കെ പറയുന്ന അവസരത്തിൽ യൂദാ രാജാക്കന്മാരെ കുറിച്ചുള്ള അവരുടെ വിവരണം നൽകുന്ന അവസരത്തിൽ ഇപ്രകാരമാണ് പറയുന്നത്: അവൻ ആഹാബ് രാജാവിന്റെ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു, ഇസ്രായേലിന്റെ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു. വളരെയധികം കഷ്ടം തോന്നുന്ന ഒരു വലിയൊരു ഒരു ബാക്ക്ഗ്രൗണ്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇസ്രായേലിന്റെ ജനം, യൂദാദേശം അത്രമാത്രം പരിപാവനമായിട്ട് കരുതപ്പെടുന്ന ജെറുസലേം ദേവാലയവും യൂദാദേശവും ഒക്കെ ഇസ്രായേൽ എന്ന് പറയുന്ന ജനതയുടെ കൈകളിലേക്ക് കടന്നു വരുന്ന രംഗമാണ് ഈ വ്യക്തികളിലൂടെ നമ്മൾ കാണുന്നത്. എന്നാൽ നോക്കിക്കോണം, വളരെയധികം മനോഹരമായിട്ട് അടുത്ത രംഗത്തേക്ക് നോക്കിക്കേ. 2 രാജാക്കന്മാരുടെ പുസ്തകം 9-ാമത്തെ അധ്യായത്തിന്റെ 14 മുതലുള്ള തിരുവചന ഭാഗങ്ങളിൽ എന്താ കാണുന്നത്? യോറാമും അഹസ്യായും, അവർ 2 പേരും, ഈ 2 രാജാക്കന്മാരും യേഹൂ എന്ന് പറയുന്ന രാജാവിനാൽ വധിക്കപ്പെടുന്ന രംഗമാണ് കാണുന്നത്. എന്തിനാ ഇവരെ വധിക്കപ്പെടുന്നത്? ആഹാബ് രാജാവിന്റെ ആളുകളായിരുന്നു, അല്ലെങ്കിൽ ആഹാബ് രാജാവിനെ പോലെ യാത്ര ചെയ്ത വ്യക്തികളായിരുന്നു ഈ യോറാമും അഹസ്യായുമെങ്കിൽ, ഇസ്രായേലിന്റെ ഭരണത്തെ ഈ യൂദാദേശത്ത് നിന്ന് തച്ചുടയ്ക്കാൻ വേണ്ടിയിട്ടാണ് യേഹൂ എന്ന് പറയുന്ന വ്യക്തി രംഗപ്രവേശം ചെയ്തത് എന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുകയാണ്. ഇതിന്റെ കുറച്ചുള്ള ഭാഗങ്ങളിലേക്ക് നമുക്കിനി അടുത്ത പ്രാവശ്യം നമുക്ക് കേൾക്കാം. അതുവരെ നമുക്ക്
ഈ വചനഭാഗത്തെ ഒന്ന് ധ്യാനിച്ച് പ്രാർത്ഥിച്ച് മനസ്സിലാക്കാനുള്ള ദൈവകൃപയ്ക്ക് വേണ്ടിയിട്ട് ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കുകയും ചെയ്യും.